മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. അമ്മ മടിയിലിരുത്തി വിരലാൽ കുരിശു വരപ്പിച്ച സന്ധ്യകളും ഇളം മുട്ടിൽ കൈകൾ കൂപ്പി ഈശോയ്ക്കുമ്മ കൊടുത്തതും ഇന്നും എന്നോർമ്മയിൽ വീണ്ടും തെളിയുന്നു. തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി തൂവെള്ള വസ്ത്രവും മുടിയും ചാർത്തി പുലരിതൻ പൂക്കളും കൈകളിലേന്തി അൾത്താര മുന്നിൽ കൈകുപ്പി നിന്ന് ആദ്യ കുർബാന തന്നോർമ്മകളും പച്ചകടാതെ മനസ്സിൽ നിറയുമ്പോൾ തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു, തിരിച്ചു നടക്കാൻ കൊതിക്കുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, വളരെ സ്നേഹത്തോടുകൂടി ഈ സന്ധ്യാവേളയിൽ തിരുവചനത്തിൻ്റെ അഭിഷേകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മാസം മെയ് മാസമാണ്. പരിശുദ്ധ അമ്മയുടെ വണക്കമാസ കാലഘട്ടമാണ്. പ്രത്യേകതയുള്ളത് പരിശുദ്ധ കന്യകാമറിയം ഫാത്തിമയിൽ തൻ്റെ ദർശനം കൊടുത്തതിൻ്റെ 100-ാം വാർഷികം ആഘോഷിക്കുന്ന നാളുകൾ കൂടിയാണ്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഈ ലോകത്തിന് ഏറ്റവും വലിയ ശക്തിയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. എല്ലാ സങ്കടങ്ങളിലും, എല്ലാ പ്രതിസന്ധികളിലും, എല്ലാ പ്രതികൂല മേഖലകളിലും തൻ്റെ അഭിഷേകത്തിൻ്റെ സാന്നിധ്യം നൽകി തൻ്റെ മക്കളോടൊത്ത് ആയിരിക്കുന്ന പരിശുദ്ധ അമ്മ സത്യത്തിൽ കത്തോലിക്ക സഭയുടെ അമ്മയും നമ്മുടെ പരിപൂർണ ശക്തിയുമാണ്. വെളിപാട് പുസ്തകത്തിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം ഇങ്ങനെയാണ്: അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവ കൽപ്പനകൾ പാലിക്കുന്നവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് അത് യുദ്ധം ചെയ്യാൻ പുറപ്പെട്ടു. സർപ്പം എന്ന് പറയുന്നത് സാത്താനാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവർ എന്ന് പറയുന്നത് അത് നമ്മളാണ്. അവരോട് യുദ്ധം ചെയ്യാൻ പിശാച് പുറപ്പെട്ടു. അങ്ങനെയെങ്കിൽ പൈശാചിക സർപ്പത്തിൻ്റെ തല തകർക്കുന്ന പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ പ്രത്യേക മാധ്യസ്ഥ സഹായവും നമുക്ക് ആവശ്യമാണ്. പരിശുദ്ധ അമ്മ തൻ്റെ അഭിഷേകത്തിൻ്റെ നീല അങ്കി കൊണ്ട് പൊതിഞ്ഞ് നമ്മളെല്ലാവരെയും സംരക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞാൻ ഓർമ്മിക്കുന്നു എൻ്റെ ഹൃദയത്തെ സ്പർശിച്ച ഒരു പ്രത്യേകമായ സംഭവം. ഞാൻ ഇടവകയിൽ വികാരിയായിരിക്കെ ഒരു ദിവസം ഒരു പെൺകുട്ടി, അവൾ 7-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണെന്നാണ് എൻ്റെ ഓർമ്മ, അവളും അവളുടെ ബന്ധുക്കളും കൂടി എന്നെ കാണാൻ വന്നു. ആ കുട്ടിയാണ് ആദ്യം വന്നത്. എൻ്റെ ഇടവകക്കാരി കുട്ടിയല്ല. ആ കുട്ടി എനിക്കതുകൊണ്ട് അത്ര പരിചയമില്ല.
ആ കുട്ടി ആദ്യം പള്ളിമുറിയിലേക്ക് ഓടി വന്നിട്ട് പറഞ്ഞു, അച്ഛാ, ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ അച്ഛന് തരട്ടെ? ഞാൻ പറഞ്ഞു, തന്നോളൂ. അങ്ങനെ ആ കുട്ടി കുറച്ച് സ്വീറ്റ്സൊക്കെ തന്നു. ഞാൻ ചോദിച്ചു, മോളുടെ അമ്മ വന്നിട്ടുണ്ടോ? അവൾ പറഞ്ഞു, അമ്മ വന്നിട്ടില്ല, പപ്പായും പിന്നെ ആ ബന്ധുക്കളൊക്കെ വന്നിട്ടുള്ളൂ, അമ്മ വന്നിട്ടില്ല. അമ്മയ്ക്ക് സുഖമാണോ? അമ്മ സുഖമായിരിക്കുന്നു. ഇത്രയെല്ലാം പറഞ്ഞ് ഞാൻ അമ്മയ്ക്കുള്ള ആശംസകളൊക്കെ നേർന്നു. അത് കഴിഞ്ഞ് ആ കുട്ടിയോടൊപ്പം ആ കുട്ടിയുടെ പപ്പായും ബന്ധുക്കളും കൂടെ ഒരുമിച്ച് കാണാൻ സംസാരിക്കാൻ വന്നപ്പോൾ ഈ കുട്ടിയുടെ അമ്മയുടെ ബർത്ത്ഡേക്ക് ഞാൻ അവർക്കും ആശംസ കൊടുത്തപ്പോൾ അവർ അത്ഭുതത്തോടെ എന്നെ നോക്കി, ആ കുട്ടിയെ നോക്കി. ആ കുട്ടിയുടെ അമ്മ മരിച്ചു പോയതായിരുന്നു. സ്വന്തം അമ്മ മരിച്ചു പോയിരിക്കെ എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞ ഈ കുട്ടി എനിക്ക് മിഠായി തന്നതിനെക്കുറിച്ച് പെട്ടെന്നൊരു നിമിഷം ഞാൻ ചിന്തിച്ചു. അവർക്കും ആ കുട്ടിയുടെ പപ്പായും ബന്ധുക്കൾക്കും അത് അറിയത്തില്ല ഈ കുട്ടി എനിക്ക് മിഠായി തന്നെന്നും അവിടെ കയ്യിൽ മിഠായി ഉണ്ടെന്നും. അപ്പോൾ എനിക്ക് മിഠായി തന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവരും ആ കുട്ടിയെ അത്ഭുതത്തോടെ നോക്കി. അപ്പോഴാണ് ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്. അന്ന് ഡിസംബർ മാസം 8-ാം തീയതിയാണ്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അമലോത്ഭവ തിരുനാളിൻ്റെ നാളാണ്. അവളുടെ അമ്മ പരിശുദ്ധ അമ്മയായി മാറിയിരിക്കുന്നു. ആ പപ്പായും ബന്ധുക്കളും പറഞ്ഞു, ഈ 7-ാം ക്ലാസ് കുട്ടിക്ക് പരിശുദ്ധ അമ്മയോടുള്ള ബന്ധവും സ്നേഹവും വലിയ ആഴത്തിലുള്ളതാണ് എന്ന് അതിനുശേഷം സംസാരിക്കാൻ ഇടവന്നു. പ്രിയപ്പെട്ടവരെ, കുരിശിൻ്റെ ചുവട്ടിൽ നിന്നും ഈ ലോകത്തിന് യേശുമിശിഹ അമ്മയെ നൽകുന്നുണ്ട്. അത് വലിയൊരു അനുഗ്രഹവും വലിയ ഒരു അനുഗ്രഹവും അഭിഷേകവുമാണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട്. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജീവിതത്തെ നമ്മൾ ധ്യാനിക്കണം. അമ്മയുടെ ജീവിതം, അമ്മയ്ക്ക് കിട്ടിയ വിളി മുതൽ അമ്മ മരണപ്പെട്ട് സ്വർഗത്തിലേക്ക് എടുക്കുന്ന കാലഘട്ടം വരെ ഞാൻ ശാന്തമായിരുന്ന് പഠിച്ചിട്ടുണ്ട്. എന്നെ അത് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. അമ്മയ്ക്ക് കിട്ടിയ ദൈവവിളിയുണ്ട്. ഗബ്രിയേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് അഭിസംബോധന ചെയ്തു, നന്മ നിറഞ്ഞവളെ സുസ്തി. ഒരൊറ്റ വചനം, മാതാവിനെ ദൂതൻ അഭിസംബോധന ചെയ്യുന്ന ഒരൊറ്റ വചനം തന്നെ മണിക്കൂറുകൾ നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. നന്മ നിറഞ്ഞവളെ. ഭൂമുഖത്ത് നന്മ നിറഞ്ഞ വ്യക്തിയുടെ മുമ്പിൽ ദൈവം കൂപ്പുകരങ്ങളോടെ നിൽക്കും എന്നുള്ള സൂചന നൽകുന്നതാണ് ഗബ്രിയേൽ ദൂതൻ്റെ അഭിവാദ്യം. നന്മ നിറഞ്ഞവരോടുകൂടി എപ്പോഴും കർത്താവ് കൂടെയുണ്ട്. നന്മ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്നോടുകൂടെ. അങ്ങനെ നന്മ നിറഞ്ഞ വ്യക്തി ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണ്. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. സത്യത്തിൽ ദൈവം ഒരു വ്യക്തിയെ ദൈവീക കാര്യങ്ങൾക്കായി വിളിച്ച് അഭിഷേകം ചെയ്ത് മാറ്റി നിർത്തുന്ന നിമിഷമാണത്. ഏകപുത്രൻ്റെ ജനനത്തിന് വേണ്ടി ഒരമ്മയെ ഒരുക്കുകയാണ്. മാനുഷികമായ ഒരു അമ്മയുടെ സഹായവും സാന്നിധ്യവും ആവശ്യമാണ് ഈ മനുഷ്യാവതാരത്തിന്. അതിന് പരിശുദ്ധയായ ഒരു സ്ത്രീയെ അനാദിയിലെ ദൈവം ഒരുക്കി വരുന്നുണ്ട്. അങ്ങനെ ഒരുക്കിയെടുത്താലും അവളുടെ പരിപൂർണമായ സമ്മതം കൂടി ആവശ്യമാണ്. അതുകൊണ്ട് ആ സമ്മതം ചോദിക്കുന്ന മേഖലയാണത്. അതൊരു തിരഞ്ഞെടുപ്പും കൂടിയാണ്. അങ്ങനെ ദൈവം ആദ്യമായി ഭൂമിയിൽ ഒരു മനുഷ്യ വ്യക്തിയുടെ മുൻപിൽ അനുവാദം ചോദിച്ച് കൂപ്പുകരങ്ങളോടെ ദൂതനോട് കൂടെ നിൽക്കുന്ന രംഗം. എന്നിട്ട് പറഞ്ഞു, നിന്നിലൂടെ ഒരു പുത്രൻ ജനിക്കും. വചനം എങ്ങനെയാണ്? അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പിതാവായ ദാവീദിന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. അവൻ ചെങ്കോലുകൊണ്ട് രാജ്യത്തെ ഭരിക്കും. ജനിക്കാൻ പോരുന്നവൻ വലിയവനായിരിക്കും. ഇതാ കർത്താവിന് ദാസി എന്ന് സമ്മതം മൂളി. രക്ഷാകര പദ്ധതി മുഴുവൻ നടക്കുന്നത് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അനുസരണ വ്രതത്തിലാണ്. ഇതാ കർത്താവിന് ദാസി പരിപൂർണമായി അനുസരിച്ചു. ഇനി എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് തുടർന്നുള്ള അമ്മയുടെ ജീവിതത്തെക്കുറിച്ച് ഒരു നിമിഷം ചിന്തിച്ച് നോക്കാം. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൻ്റെ പിന്നീടുള്ള ഒന്നാം പാഠം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാം. അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ നിന്നാണ് ഒരു കുഞ്ഞ് ജന്മമെടുക്കുക പരിശുദ്ധാത്മാവ് വഴിയായിട്ട്. എസെക്കിയേൽ 18:4 എല്ലാവരുടെയും ജീവൻ എൻ്റേതാണ്, പിതാവിൻ്റെ ജീവൻ എന്ന പോലെ പുത്രൻ്റെ ജീവനും എനിക്കുള്ളതാണ്.
മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ അറിഞ്ഞു, ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ നിന്നെ വിളിച്ച് വിശുദ്ധീകരിച്ചു എന്നുള്ള ജർമ്മിയ വചനമൊക്കെ ഇവിടെ നമ്മൾ സ്നേഹത്തോടെ നമുക്ക് ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. 139 സങ്കീർത്തനം 16 തിരുവചനമുണ്ട്. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. അതെങ്ങനെയാണ് സാധ്യമാവുക? അസാധ്യമാവുക എളുപ്പമല്ല. ഒരു കാഴ്ച സംഭവിക്കണമെങ്കിൽ രൂപം ഉണ്ടാകണം. ആ രൂപത്തെ, സ്ഥൂല രൂപത്തെ പ്രകാശം തട്ടി പ്രതിഫലിച്ചാണ് കാഴ്ച നമുക്ക് ലഭിക്കുക. അപ്പോൾ രൂപമില്ലെങ്കിൽ കാണാൻ പറ്റുമോ? എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുമ്പ് അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു എന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ ഉദരത്തിലാണ് എനിക്ക് ആദ്യ രൂപം ലഭിച്ചത്. അതിന് മുമ്പ് തന്നെ ഞാൻ ഉണ്ടായിരുന്നു എന്നാണ് വചനം പറയുക. അനാദിയിലെ തന്നെ സൃഷ്ടിക്കപ്പെടുന്നവരാണ് നമ്മളും എന്നുള്ള സത്യം ഇവിടെ നമുക്ക് ചേർത്ത് വായിക്കാം. പരിശുദ്ധാത്മാവിനാൽ പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയാവുന്നു. പ്രിയപ്പെട്ടവരെ, അത് നമുക്ക് പ്രസംഗിക്കാനും കേൾക്കാനും എളുപ്പമാണ്. പക്ഷേ അത് വരുത്തുന്ന വലിയ ഒരു സാമൂഹിക, മാനസിക, വൈകാരികമായ സംഘർഷത്തിൻ്റെ തലം നമ്മൾ കാണാതെ പോകാൻ പാടില്ല. അതുവരെ, ആ കാലഘട്ടം വരെ ലോക ചരിത്രത്തിൽ ഒരിടത്തും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാകുക എന്നൊരു കാര്യം അതിന് മുമ്പ് സംഭവിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാനാവാത്ത ഈ സത്യത്തെ അതെങ്ങനെയാണ് തൻ്റെ ഭർത്താവാകാൻ പോകുന്ന വ്യക്തിയെയും ഒപ്പമുള്ളവരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തുക? അത് അസാധ്യ. അത് വിശ്വസിക്കില്ല. അതുകൊണ്ട് പറ്റുന്ന കാര്യം എന്താ? വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു പെൺകുട്ടിയോ വിവാഹിതയായൊരു പെൺകുട്ടിയോ ഭർത്താവ് അറിയാതെ ഗർഭിണിയായാൽ മോശയുടെ നിയമം അനുസരിച്ച് അവളെ കല്ലെറിഞ്ഞു കൊല്ലണം. അതുകൊണ്ട് തന്നെ ഇത് തൻ്റെ മരണത്തിൽ കലാശിക്കുന്ന ഒരു സമ്മതം നൽകലായിരുന്നു എന്ന് പരിശുദ്ധ കന്യാമറിയം പിന്നെ ഓർമ്മിക്കുന്നുണ്ട്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിച്ചു നോക്കിക്കേ. ഏതെങ്കിലും ഒരു ആത്മീയ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന സമയത്ത് ഒരു ദൈവീക പദ്ധതിക്കായിട്ട് ഒരു ഭാര്യയെ അല്ല ഒരു പെൺകുട്ടിയെ ദൈവം തിരഞ്ഞെടുത്തെന്ന് വിചാരിക്കുക. അവൾ ഗർഭിണിയായി എന്നും വിചാരിക്കുക. വീട്ടിൽ വന്നിട്ട് മാതാപിതാക്കളോടോ അല്ലെ തൻ്റെ ഭർത്താവിനോടോ ഇതെങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തും? നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം, ദൈവത്തിൻ്റെ ചില വഴികൾ മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാനാവാത്തതിലൂടെ കടന്നു പോവുക. ദൈവീക പദ്ധതികൾ ചിലത് മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമാണ്. എൻ്റെ അമ്മ പെട്ടെന്ന് മരിച്ചുപോയി. ഒരുപക്ഷെ എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചിട്ടുള്ളത് എൻ്റെ അമ്മയാണ്. സങ്കടത്തോടെ ഇരുന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, സങ്കടപ്പെടേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകുന്ന രീതിയിൽ ആകണമെന്നില്ല ദൈവീക പദ്ധതികൾ. നമുക്ക് മനസ്സിലാക്കാത്ത വഴിയിലൂടെ ദൈവീക പദ്ധതികൾ കടന്നു പോകും. അതുകൊണ്ട് അത് ചിലപ്പോൾ സഹനത്തിലൂടെ ആവാം, സന്തോഷത്തിലൂടെ ആവാം, പ്രതിസന്ധികളിലൂടെ ആവാം. എങ്ങനെയുമാകട്ടെ അവിടുത്തെ പദ്ധതിയുടെ മുമ്പിൽ നമ്മളെ പരിപൂർണമായി സമർപ്പിക്കുക. എന്നെ പ്രിയപ്പെട്ടവരെ, ഏതായാലും ഗൗരവമായൊരു പ്രതിസന്ധി, ഈ പ്രതിസന്ധിയിൽ പരിശുദ്ധ കന്യകാമറിയം പതറിപ്പോകുന്നില്ല. ദൈവത്തിനൊരിക്കൽ സമ്മതം കൊടുത്തു. ഇനി അത് നൽകുന്ന പ്രത്യാഘാതങ്ങൾ എത്ര വലുതായാലും, അത് നൽകുന്ന പ്രതിസന്ധികളും പ്രതികൂല സാഹചര്യങ്ങൾ എത്ര വലുതായാലും സന്തോഷത്തോടെ പരിപൂർണ മനസ്സോടുകൂടി ആഹ്ലാദത്തോടെ സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മയാണ് നമ്മൾ പിന്നീട് കാണുക. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ രണ്ടാമത്തെ ഒരു കാഴ്ച ഞാൻ പറയാം. അത് പരിപൂർണ ഗർഭിണിയായിരിക്കെ ബെത്ലഹേമിലേക്കുള്ള യാത്രയാണ്. യാത്ര പോകുന്ന കഴുതപ്പുറത്താണെന്ന് പറയുന്നു. ആ യാത്രയുടെ പ്രത്യാഘാതവും ആ യാത്ര നൽകുന്ന ശാരീരിക മാനസികമായ ക്ഷീണവും ബുദ്ധിമുട്ടുകളും നമുക്ക് ധ്യാനിക്കാതെ വയ്യ. ഇന്നത്തെ കാലഘട്ടത്തിൽ ചിന്തിച്ച് നോക്കാം. ഒരു പെൺകുട്ടി വിവാഹിതയായി, അവൾക്കൊരു നല്ല സംസാരം, നല്ല വാർത്ത, കുഞ്ഞ് ജനിക്കാൻ പോകുന്നു. എത്രമാത്രമുള്ള ആഹ്ലാദങ്ങളും അതുപോലെ തന്നെ സംരക്ഷണമാണ് ആ പെൺകുട്ടിക്ക് കിട്ടുക. ഗൈനക്കോളജിയായി, ടെസ്റ്റായി, സ്കാനിങ് ആയി, ടോണിക്കായി, അതുപോലെ മരുന്നായി, ബെഡ് റെസ്റ്റായി, ബന്ധുക്കൾ പ്രിയപ്പെട്ട സന്ദർശനമായി, അതുപോലെ സൂപ്പ് വെച്ച് കൊടുക്കലായി, എന്തെല്ലാം പരിഗണനയാണ് ഒരു പെൺകുട്ടിക്ക് കിട്ടുക, ഗർഭിണിയായ ഒരു പെൺകുട്ടിക്ക്. ഇവിടെ ദൈവത്തെ ഗർഭം ധരിച്ചിരിക്കുന്ന പ്രിയപുത്രനെ ജന്മം കൊടുക്കുവാനായിട്ട് ഒരുങ്ങുന്ന ഈ പരിശുദ്ധ അമ്മയ്ക്ക് എൻ്റെ നോട്ടത്തിൽ, ഈ അച്ഛൻ്റെ നോട്ടത്തിൽ
സ്വാഭാവികമായി ഒരു ഗർഭിണിയായ ഭാര്യയ്ക്ക് കിട്ടുന്ന പരിഗണന പോലും പരിശുദ്ധ അമ്മയ്ക്ക് കിട്ടുന്നില്ല. ഒരു പരിഗണനയില്ല, ഒരു സ്കാനിങ് ഇല്ല, ഒരു ടോണിക്കില്ല, ഒരു ടെസ്റ്റ് ഇല്ല, അതുപോലെ തന്നെ ഒരു പ്രോത്സാഹനമില്ല, ഒരു അഭിനന്ദനമില്ല, ഒപ്പം നിൽക്കലില്ല, ബെഡ് റെസ്റ്റ് ഇല്ല, ഒന്നുമില്ല. മാത്രമല്ല ഏറ്റവും ഗൗരവമായ വിശ്രമവും അതുപോലെ തന്നെ ഏറ്റവും അധികമായിട്ടുള്ള ശ്രദ്ധയും കിട്ടേണ്ട ആ സമയത്ത് പരിപൂർണമായ അരക്ഷിതാവസ്ഥയിലൂടെ കൊണ്ടുപോവുക. പരിപൂർണമായ അരക്ഷിതാവസ്ഥയാണ്. കാരണം 10 മാസമാകുന്ന ഗർഭിണിയായൊരു സ്ത്രീയെ കഴുതപ്പുറത്തിരുത്തി ദീർഘയുള്ള യാത്ര, ആ യാത്ര കൊടും തണുപ്പത്താണ്, കഠിനമായ മഞ്ഞിലാണ്, സഹായത്തിനാരും ഇല്ലാത്ത അവസ്ഥയാണ്. തുളച്ചു കയറുന്ന കൊടിയ തണുപ്പടിക്കുമ്പോൾ മുഖത്തും ശരീരത്തേക്കും ആ തണുപ്പ് ഇങ്ങനെ കുത്തിക്കയറുമ്പോൾ നിന്ന് സഹിക്കാനാവാതെ വിറങ്ങലിക്കുന്ന പരിശുദ്ധ അമ്മയെ തൻ്റെ ഭർത്താവ് തൻ്റെ പുറങ്കോട്ടൂരിയെടുത്ത് പുതപ്പിച്ച് കഴുതയോടും അവളോടും ചേർന്ന് നിന്ന ശരീരത്തിന് ചൂട് കൊടുത്ത് മുമ്പോട്ട് നയിക്കുന്ന യൗസേപ്പാണ് സഭയുടെ സംരക്ഷകൻ. മറന്നുപോകരുത്, സഭയുടെ പരിപാലകൻ. ഒപ്പം യൗസേപ്പുണ്ട്. എങ്കിലും ആ കഠിനമായ ജീവിതയാത്ര ബെത്ലഹേമിലെത്തുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, രക്ഷകന്മാരുടെ ജനനത്തിന് ചില കഠിനമായ ജീവിത പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഭൂമുഖത്തുള്ള എല്ലാ രക്ഷയുടെ സന്ദേശത്തിൻ്റെയും പിന്നിൽ സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും കഥയുണ്ട്. ഭൂമുഖത്തുള്ള എല്ലാ പുണ്യങ്ങളുടെയും നന്മയുടെയും പിന്നിൽ ഇങ്ങനെ സഹനയാത്രകളുടെ നീണ്ട നേർക്കാഴ്ചകളുണ്ട് എന്ന് നമുക്ക് മറന്നുപോകാതിരിക്കാം. അവിടെ ബെത്ലഹേമിലെത്തി, അവൾക്ക് സമയമായി, ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കണം. ഓരോ വാതിലുകളും തേടിയിറങ്ങുന്നുണ്ട്. ഗർഭിണിയെ കൊണ്ട് എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കുന്നുണ്ട്. വേണ്ടാത്ത അസ്വസ്ഥത എന്തിനു വലിച്ചു വെക്കുന്നു? വേണ്ടാത്ത അസ്വസ്ഥത എന്തിനു ഏറ്റെടുക്കുന്നു? പറയപ്പെട്ട അവിടെയെല്ലാം ഈ വാതിലടയ്ക്കുന്ന വ്യക്തികൾ ചെയ്യുന്നൊരു കാര്യം, തങ്ങളുടെ വീടോ ഭവനമോ പുൽക്കൂടാകാനുള്ള അവസരങ്ങളൊക്കെ കൊട്ടിയടയ്ക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങൾ പുൽക്കൂടാകാനുള്ള അവസരങ്ങൾ ദൈവം തേടി വരുന്നുണ്ട്. അത് പലപ്പോഴും നമ്മൾ കാണാതെ പോകുന്നുണ്ട്. ആ വാതിൽ തുറന്ന് ആ അമ്മയ്ക്ക് അവിടെ ഒരു സാഹചര്യം ഒരുക്കി കൊടുത്താൽ അതാണ് പിന്നീട് പുൽക്കൂട്. ആ പുൽക്കൂട് രക്ഷയുടെ അടയാളമാണ്, ആശ്വാസത്തിൻ്റെ കരുത്തിൻ്റെ ശക്തിയാണ്. മനുഷ്യനെ രക്ഷിക്കാൻ വന്നവന് മനുഷ്യരുടെ ഇടയിൽ ഇടവില്ല, എങ്ങുമില്ല. അത് വലിയ പ്രതീകങ്ങളാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തെ മനുഷ്യഹൃദയങ്ങളിൽ നിന്നും കൊടിയിറക്കി വാതിലുകൾ കൊട്ടിയടയ്ക്കുന്നതിൻ്റെ പ്രതീകങ്ങളാണത് എന്ന് മറന്നു പോവാതിരിക്കാം. അവസാനം ആരാരുമില്ലാത്തൊരു സ്ഥലത്ത് ഒരു ഗുഹയ്ക്കുള്ളിലേക്ക് കയറി തൻ്റെ പുത്രന് ജന്മം കൊടുക്കാൻ ഒരുങ്ങുന്ന തിരുക്കുടുംബത്തിൻ്റെ അപ്പനും അമ്മയും. ഒരു സ്വാഭാവികമായും ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ ഒരുങ്ങുന്ന ഒരു സ്ത്രീക്ക് കിട്ടേണ്ട അടിസ്ഥാനപരമായ ചില സൗകര്യങ്ങളുണ്ട്. ഒരു കട്ടിലില്ല അവിടെ, ഒരു ബെഡ് അവിടെ ഇല്ല, കുഞ്ഞിനെ പതിപ്പിക്കാനായിട്ട് ഒരു ബെഡ്ഷീറ്റോ അല്ലെങ്കിൽ ഒരു ടർക്കിയോ ഒന്നുമില്ല, ഒരു പായ പോലും വിരിക്കാൻ അവിടെ ഇല്ല. പൗലോസ് കൊറിന്തോസ് ലേഖനം 2-ാം ലേഖനത്തിൻ്റെ 8-9 വാക്യത്തിൽ കണ്ണീരോടെ ഒരു വചനം പറയുന്നുണ്ട്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങൾക്കറിയാമല്ലോ. അവ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. അവൻ സമ്പന്നനായിട്ടും നിങ്ങളെ പ്രതി ദരിദ്രനായി. പ്രിയപ്പെട്ടവരെ, അവിടെ ഒരു 2 ദാരിദ്ര്യമുണ്ട്. ഒന്ന്, ഒരു അസ്തിത്വ മേഖലയിലുള്ള ഒരു ദാരിദ്ര്യമുണ്ട്. അത് ഫിലിപ്പിയർ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവമായുള്ള തൻ്റെ സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കിയ ദാസൻ. ദൈവം തൻ്റെ ദൈവീക സമ്പത്ത് മുഴുവനും വേണ്ടാന്ന് വെച്ച് ഇല്ലാതാക്കിയിട്ട് മനുഷ്യനാകുന്ന അവസ്ഥ. നിങ്ങളിൽ ഒരാൾ ഈ ഭൂമുഖത്തുള്ള ഉറുമ്പുകളെ മുഴുവൻ രക്ഷിക്കാനായിട്ട് ഉറുമ്പാകുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കിക്കേ.
അത് നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാനാവാത്ത വലിയൊരു പ്രതിഭാസമാണ്. അത് ചിന്തിക്കാൻ പോലും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. മനുഷ്യത്വം മുഴുവനും മനുഷ്യരൂപവും ഭാവങ്ങളും എല്ലാം കളഞ്ഞ് ഒരു ഉറുമ്പിൻ്റെ രൂപത്തിലെത്തുന്നു. അത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അതിനേക്കാൾ എത്രയോ വലിയ ഒരു സത്യമാണ് ദൈവം മനുഷ്യനായി ഭവിക്കുന്ന അവസ്ഥ. അതാണ് ഞാൻ പറഞ്ഞ അസ്തിത്വത്തിൻ്റെ ദാരിദ്ര്യം. പിന്നെ സാഹചര്യങ്ങളുടെയും അതുപോലെ തന്നെ സാധ്യതകളുടെയും ഒരു ദാരിദ്ര്യം അവിടെയുണ്ട്. സ്വാഭാവികമായ ഒരു കുഞ്ഞിൻ്റെ ജനനത്തിൽ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരുക്കി കൊടുക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും അവിടെ ഇല്ല. നിങ്ങളൊന്ന് ആലോചിക്കണം, തൻ്റെ ഭാര്യയ്ക്ക് കടിഞ്ഞൂൽപ്പത്തന്നെ ജന്മം കൊടുക്കാനായിട്ട് ഒരു ബെഡ് പോലും വിരിച്ചു കൊടുക്കാനില്ലാതെ വരുന്ന ഒരു ഹതഭാഗ്യനായ ഭർത്താവ് ഒരു പക്ഷേ കുറച്ച് പച്ചിലകളോ മറ്റെന്തെങ്കിലോ ഇട്ടിട്ട് തൻ്റെ ഭാര്യ അങ്ങോട്ട് ചേർത്ത് കിടത്തുമ്പോൾ അവൾ ചിന്തിക്കില്ലേ, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല, അവൻ ചെങ്കോലുകൊണ്ട് ലോകത്തെ ഭരിക്കും. അങ്ങനെയെങ്കിൽ ഇതെന്തേ, എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ഒരു വേള ചിന്തിച്ചു പോകില്ലേ? നമ്മൾ ആരും ചിന്തിക്കില്ലേ? പക്ഷേ അമ്മ തിരിഞ്ഞു നിൽക്കില്ല. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറയുന്ന സമ്മതം കൊടുക്കുന്ന പരിശുദ്ധ കന്യാമറിയം സങ്കടമോ പരിദേവനങ്ങളോ അസ്വസ്ഥതകളോ ചോദ്യം ചെയ്യലുകളോ ഇല്ലാതെ അവൻ്റെ വചനം അതുപോലെ അവന് മുമ്പിൽ സമർപ്പിച്ച സത്യം അതുപോലെ തന്നെ പരിപൂർണമായ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന പരിശുദ്ധ അമ്മ അനുസരണത്തിൻ്റെ ഏറ്റവും വലിയൊരു മാതൃകയാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഈ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഈജിപ്തിലേക്ക് ഓടാൻ പറയുന്നു, അങ്ങോട്ട് ഓടുന്നു, തിരിച്ചു വരാൻ പറയുന്നു, തിരിച്ചു വരുന്നു. കരളലിയിക്കുന്ന അവസാന കാഴ്ചയുണ്ട്. ഈ അവസാന കാഴ്ച ഇതാണ്: കാൽവരിയുടെ കുരിശിൻ്റെ ചുവട്ടിൻ്റെ താഴെ പ്രിയപ്പെട്ടവരെ, ഒരു തെറ്റും ചെയ്യാതെ ലോകത്തെ രക്ഷിക്കാൻ വന്ന രക്ഷകൻ കുരിശേൽ പിടഞ്ഞ് മരിക്കുന്ന ഒരു രംഗം. താഴെ നിൽക്കുന്ന അമ്മ അപ്പോൾ ചിന്തിച്ചില്ലേ, അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും, പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയില്ല. ചിന്തിച്ചിട്ടുണ്ടാവാം. പക്ഷെ ദൈവം ഈ സത്യത്തെ പരിപൂർണമായി ബോധ്യപ്പെടുത്താൻ സാധിക്കുമാറ് ആത്മാവിൻ്റെ നിറവ് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതുകൊണ്ട് ആദ്യത്തെ ബലിയിൽ പങ്കുപറ്റുകയാണ് പരിശുദ്ധ കന്യാമറിയം. ആദ്യത്തെ ബലിയിൽ ലോകചരിത്രത്തിലെ രക്ഷയ്ക്ക് വേണ്ടി പുത്രനർപ്പിക്കപ്പെടുന്ന ബലി കാൽവരി കുരിശിലെ ബലിയാണ്. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത് അവൻ കുരിശിൽ മരിച്ചു എന്ന പത്രോസ്ലീഹ തൻ്റെ ലേഖനത്തിൽ പറയുന്നത് ഈ സത്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. താഴെ അമ്മ നിൽക്കുന്നുണ്ട്. എന്ന് പറയപ്പെട്ടവരെ, രണ്ടാമത് ബലിയർപ്പിച്ചത് ഭൂമുഖത്തെ ഏതെങ്കിലും ഒരു വൈദികനാണെന്ന് നിങ്ങൾ പറയരുത്. യേശു ആദ്യത്തെ ബലിയർപ്പിച്ചു. രണ്ടാമത് ബലിയർപ്പിച്ച് ഏതെങ്കിലും ഒരു വൈദികനാണ് എന്ന് പറയരുത്. രണ്ടാമത് ബലിയർപ്പിക്കുന്ന പരിശുദ്ധ കന്യകാമറിയമാണെന്ന് ചിന്തിക്കുന്ന ഒരച്ഛനാണ് ഞാൻ. കാരണം കുരിശിന് ചുവട്ടിൽ നിൽക്കുന്ന പരിശുദ്ധ കന്യകാമറിയം കുരിശിലേക്ക് നോക്കുന്നു. അനേകർക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, കുരിശിലിപ്പോൾ മുറിയപ്പെടുന്നത് അനേകർക്ക് വേണ്ടി മുറിയപ്പെടുന്ന ശരീരം, അത് എന്നിൽ നിന്ന് അമ്മയിൽ നിന്നും ഒരുവിടുത്തെ ശരീരമാണ്. അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം, ഇപ്പോൾ ലോകരക്ഷയ്ക്ക് വേണ്ടി കുരിശിൽ നിന്ന് ഒഴുക്കുന്ന രക്തം, തിരുരക്തം, ആ രക്തം അമ്മയിൽ നിന്നും ഒരുവിടുത്തെ രക്തമാണ്. അനേകർക്ക് വേണ്ടി മുറിയപ്പെടുന്ന എൻ്റെ ശരീരം, അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തം. അങ്ങനെയെങ്കിൽ ആദ്യത്തെ ബലിയിലെ അപ്പവും വീഞ്ഞും പരിശുദ്ധ അമ്മയുടെ കൂടി ഭാഗമാണ് എന്ന് സഭ വരെ കരുതലോടെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ രക്ഷയുടെ അച്ചാരം, സഹരക്ഷക എന്ന് പറയപ്പെട്ടവരെ, അമ്മയെ ഓർക്കുന്ന ഈ നാളുകളെ നമുക്ക് സ്നേഹത്തോടെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഗദ്ഗതം മുറ്റുന്നിടത്ത് അമ്മയുണ്ട്, തൊണ്ട ഇടറുന്നിടത്ത് അമ്മയുണ്ട്, നിശ്ചലമായി പ്രതിസന്ധിയിൽ നിന്നു പോകുന്നിടത്ത് കരുതലിൻ്റെ അമ്മ സാന്നിധ്യം ഒപ്പമുണ്ട്. അമ്മയെ സ്നേഹത്തോടെ ഓർക്കാം, അമ്മയോട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് നിന്നോടുകൂടെയുള്ള അമ്മേ, എപ്പോഴും ഞങ്ങൾക്ക് മധ്യസ്ഥമാകണമേ. നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ ശാന്തമായിരുന്നൊരു നിമിഷം കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് അനുഭവിക്കാം. അമ്മയുടെ പദാന്തികത്തിൽ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം.
നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. സഹായത്തിനായിട്ട് എത്തണമേ, വരണമേ, ഞങ്ങൾക്കായി മധ്യസ്ഥമാകണമേ. കാനായിലെ കല്യാണവേള ഞങ്ങൾക്കായി മധ്യസ്ഥമാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ഈശോ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴിയായി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.